me.
സഹോദരങ്ങളെ സഹോദരികളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ വകയായിട്ട് ആദ്യമായിട്ട് ഒരു ഓർക്കസ്ട്ര ഭാഗികമായിട്ടെങ്കിലും ഇന്ന് അരങ്ങേറുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ഫുൾ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവതമ്പുരാൻ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് അഭിവന്യ ഗോറിലോസ് തിരുമേനിയോടുള്ള ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സ്കൂളിൻ്റെ നാമത്തിൽ അഭിവന്യ തിരുമേനിക്ക് അർപ്പിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട അഭിവന്യ തിരുമേനിമാരും ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരും അച്ഛന്മാരും എല്ലാവരും ഈ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് ഈ സഭയുടെ സ്കൂളാണ്, MP ജോർജ് അച്ഛൻ്റെ സ്കൂളല്ല, നമ്മുടെ സഭയുടെ സ്കൂളാണ്. നമ്മുടെ സഭയുടെ ആരാധന സംഗീതം വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു വിദ്യാലയമാണ്. എല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രാർത്ഥനയോടെ ആരംഭിച്ചു. പ്രിൻസിപ്പൽ റവറൻ ഫാദർ TJ ജോഷുവ സദസ്സിന് സ്വാഗതമരുളി. വന്യപ്രഭാഷന്മാരെ, വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സെമിനാരി സ്ഥാപിച്ചിട്ട് 175 വർഷം തികയുന്നതും സെമിനാരി സ്ഥാപകൻ ചരമമടഞ്ഞതിന്റെ 175ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതുമായ ഈ ജൂബിലി മഹാസമ്മേളനത്തിൽ അതിഥികളായി ആഗതരായിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിന്റെ അഗ്നിമസ്ഥാനം അലങ്കരിക്കുന്ന അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ കൃത്യാന്തര പ്രാബല്യ നിമിത്തം ഈ വിശിഷ്ട അവസരത്തിൽ ഇവിടെ സന്നിഹിതനാകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ ആ കർത്തവ്യം നിർവഹിക്കുന്നു എന്ന് മാത്രം. പുണ്യചന്ദ്രനും ആത്മീയ വനസിദ്ധികൾ പ്രാപിച്ചവനും മലങ്കര സഭയുടെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവനും ആധുനിക ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ശില്പിയുമായ കഥാപുരുഷനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ സമ്മേളനത്തിൽ ധാരാളം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ദിവ്യ പുരുഷന്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ എന്റെ വിനീതമായ ആദരാഞ്ജലികൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. നമ്മുടെ പരിപാടികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സെമിനാരിയുടെ ആധുനിക കാലഘട്ടത്തിലെ ശില്പികളിൽ പ്രമുഖനായ അഭിവന്യനായ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ സെമിനാരി സ്ഥാപകന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും. തിരുമേനിയെ താഴ്മയോടെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ ഛായാചിത്രം അഭിവന്യ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് മെത്രാപ്പൊലിത്ത അനാച്ഛാദനം ചെയ്തു. മറ്റ് അഭിമുഖ നേതാക്കന്മാരെ, വിശിഷ്ടാതിഥി ഡോക്ടർ TC അലക്സാണ്ടർ, മിസ്റ്റർ അലക്സാണ്ടർ, പരിശുദ്ധ ബാവ തിരുമേനിയുടെ ആശംസ അഭിവന്യ ജോസഫ് മാർ പക്കോമിയാസ് വായിച്ചു. പരിശുദ്ധ ബാവ തിരുമേനിയുടെ ആശംസ സന്ദേശം ഒരു വാചകം. പരിശുദ്ധ ബാബാതിരുമേനി ഈ സെമിനാരിയെ അത്യധികം സ്നേഹിച്ചു. ഈ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് MP സെമിനാരി ആരംഭിക്കുന്ന
കാലം മുതൽ മുൻപോട്ട് വന്ന ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അക്ഷീണ യത്നം നടത്തുകയും ഇതിന്റെ പ്രിൻസിപ്പലായിരുന്നു ഇതിനെ വളർത്തിയെടുക്കുകയും ചെയ്ത ആ സിനിമയ്ക്ക് ഈ സെമിനാരിൽ സ്ഥാപനത്തിന്റെ ഈ 175-ാം വാർഷികം നടത്തുന്ന സന്ദർഭത്തിൽ ഇതിൽ വന്ന് സംബന്ധിച്ച് ഇതെല്ലാം കണ്ട് ആനന്ദമടയാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. എന്നാൽ വളരെ ആകർഷണീയമായ സിനിമയിൽ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക അഭിവന്യ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി അധ്യക്ഷ പ്രസംഗം നടത്തി. ഞാൻ വാത്സല്യപൂർവ്വമിരിക്കുന്ന ഡോക്ടർ പി സി അലക്സാണ്ടർ, മിസസ് അലക്സാണ്ടർ, ആദരണീയരായ ആശംസകരെ, ഒന്നിരായ വൈദികരെ, വാത്സല്യ സഹോദരങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഒന്നാമതായിട്ട് ഇവിടെ സന്നിധനാകേണ്ടുന്ന പരിശുദ്ധ ബാവാതിരുമേനിയെ ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ചരമവാർഷികം, അതിന്റെ 125-ാമത്തെ വത്സരവും ആഘോഷിപ്പാനായിട്ട് തുടങ്ങുന്നതിൽ പാഠം കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആധാരങ്ങളിൽ തിരകിനായുടെ സ്നേഹവും ബഹുമാനവും ആദരവോടും ഞാൻ വളരെ ഭക്തിപൂർവ്വം സമർപ്പിച്ചു കൊടുക്കുന്നു. അഭിനന്ദനായ പിതാവിനെ കുറിച്ച് ഞാൻ ക്ഷമാപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും എനിക്ക് ലഭിക്കുകയുണ്ടായില്ല. അതിനുവേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആ അപരാധം വാസ്തവത്തില് വളരെ സങ്കടത്തോടു കൂടിയാണ് ബലഹീനനായി ഞാൻ ഈ നേരത്തെ സ്മരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്ന വേളയിൽ, അറിയാൻ ശ്രമിച്ച വേളയിൽ എന്തോ എനിക്ക് അറിവില്ലാതെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് ഓർത്തഡോക്സ് സഭയുടെ അരുമസന്താനവും അഭിമാനവുമായ സർവശ്രീ പി സി അലക്സാണ്ടർ അവറുകളായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, വിദേശ അംബാസഡർ, സംസ്ഥാന ഗവർണർ എന്നീ പദവികളിൽ നിസ്തുല സേവനമനുഷ്ഠിച്ച ശ്രീ അലക്സാണ്ടർ ദേശീയധാരയിൽ സഭ ഇഴുകിച്ചേരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തുകാട്ടി. അഭിവന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട റംബാന്മാരെ, വൈദികരെ, ഓർത്തഡോക്സ് തിയോളജിക്കൽ കോളേജിന്റെ ഫാക്കൽറ്റി അംഗങ്ങളായ ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഓർത്തഡോക്സ് വിശ്വാസികളെ, ഒരു 15 കൊല്ലം മുമ്പ് ഇതേ കോളേജിൽ നിന്നുകൊണ്ട് ഈ വൈദിക കോളേജിന്റെ ഒരു കോൺവൊക്കേഷൻ പ്രസംഗം നടത്തിയതാണ് എൻ്റെ കഴിഞ്ഞ സമീപകാലത്തിലെ ഈ സെമിനാരിയിലെ സന്ദർശനം. അതിനുശേഷം ഇവിടെ വെച്ച് നടക്കുന്ന ഈ വലിയ സമ്മേളനത്തിൽ ഒരു പ്രാസംഗികനായി വരുന്നതിന് എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ സെമിനാരിയുടെ ഈ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് പ്രസംഗത്തിന് ആരംഭിക്കുന്ന അവസരത്തിൽ തന്നെ
ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ ചരിത്രബോധം തട്ടി ഉണർത്തപ്പെടുകയാണ്. കഴിഞ്ഞ 175 വർഷക്കാലം എത്ര വലിയ മഹൽ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയായിരുന്ന ഈ കെട്ടിടം, ഇതിന്റെ ഓരോ കല്ലും, ഇതിന്റെ പരിസരങ്ങളിലെ ഓരോ മണൽത്തരിയും എത്രയെത്ര വലിയ സംഭവങ്ങൾക്ക് മൂകസാക്ഷികളായിരിക്കുന്നുണ്ടെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. എല്ലാ നല്ല കാര്യങ്ങളായിരുന്നില്ല. അപകടങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞ സംഭവങ്ങൾ അനേകം ഈ പരിസരങ്ങളിൽ നടന്നിട്ടുണ്ട്. ആ സമയമെല്ലാം മലങ്കര നസ്രാണികളുടെ അന്തസ്സിന്റെ, ആഭിജാത്യത്തിന്റെ, സ്വാതന്ത്ര്യ പ്രേമത്തിന്റെ ഒരു മലങ്കര സമുദായത്തിന് മുഴുവനായി ചെയ്തു കൊടുത്ത ഏറ്റവും മഹത്തായ സംഭാവനയായിരുന്നു ഈ രണ്ട് തിരുമേനിമാർ. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അഭിമാനത്തിന് വകയുണ്ട്. തിരുമേനിമാർ വിവരിച്ചതുപോലെ മാർത്തോമാശ്ലീഹായുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യസ്ഥലമാണ് കുന്നംകുളം. നിങ്ങളുടെ പൂർവികന്മാരുടെ നെറുകയിൽ മാമോദീസായുടെ റൂഷ്മ മുദ്രമുട്ടപ്പെട്ടത് നമ്മുടെ കർത്താവിന്റെ ആണിപ്പള്ളികളെ സ്പർശിച്ച വിരലുകളാണെന്നുള്ളതാണ് നിങ്ങളുടെ അഭിമാനം. അതേസമയം തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ അക്ഷയ തറവാടാണ് കുന്നംകുളം എന്നുള്ളതാണ് നിങ്ങളുടെ അഭിമാനം. വർഷത്തിന്റെയും ബസേലിയോസിന്റെയും പ്രയാസകാലത്ത്, കഷ്ടകാലത്ത്, പ്രതിബന്ധകാലത്ത് അവർക്ക് തൂണും താങ്ങുമായി നിന്ന ഒരു ഇടവകയാണ് കുന്നംകുളം എന്നുള്ളതാണ് നിങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് മലങ്കര സമുദായത്തിന്റെ മുഴുവൻ പേരിൽ കുന്നംകുളത്തുകാരെ അഭിനന്ദിക്കുന്നതിനോടുകൂടി അവർക്ക് ഞങ്ങളുടെയുള്ള ഹൃദയംഗമായ ക്രെഡിറ്റിനെ രേഖപ്പെടുത്തുന്നതിനോടുകൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആശയോടുകൂടി അദ്ദേഹം സ്വപ്നം കണ്ട് അദ്ദേഹം ശില്പിയായി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് രൂപം കൊടുത്ത് ഒരു വലിയ സംസ്ഥാനം ചമക്കിരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സാഹസികമായ ഒരു സംഗതിയായിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൽ പ്രധാനമായ രണ്ട് വലിയ കാര്യങ്ങളാണ്. സെമിനാരി വിദ്യാർത്ഥി ശ്രീ VM ജോസിന്റെ കവിതാഞ്ജലി. ദൈവസ്നേഹത്തിന്റെ അഗ്നി ആവാഹിച്ചെടുത്ത് നിത്യജീവന്റെ അനന്തത്തിലേക്ക് നടന്നകന്നുപോയ അപ്രഖ്യാപിതനായ അശുദ്ധ പുലിക്കോട്ടെ ദിവന്യാസത്തിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എഴുതിയ ചെറിയ കവിതയാണ് എന്നോട് ചൊല്ലാനുള്ളത്. കവിതയുടെ പേര് ആശ്ചര്യത്തെ സർവവൃക്ഷം. ആശ്ചര്യത്തെ സർവവൃക്ഷം. പരിശുദ്ധ തിരുമേനിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഈ പാവനമായ ചിദംബരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ചിദംബരത്തിന്റെ നടയിൽ നിൽക്കട്ടെ. ചിദംബരം പന്താശ്രമത്തിൽ തുടിക്കുന്നു ജീവൻ. ഞാനീരിക്കട്ടെ ചൊല്ലത്തെ ദിവ്യകാലത്തിന്റെ ധൂപസങ്കീർത്തനം. ദിവ്യകാലത്തിന്റെ ധൂപസങ്കീർത്തനം. അറിയില്ലെനിക്കൊന്നും അറിയാൻ ശ്രമിക്കാതെ, അറിയില്ലെനിക്കൊന്നും അറിയാൻ ശ്രമിക്കാതെ അറിയുന്നിതൊന്നു ഞാൻ എന്നിലെ കൊഴുകുന്ന നിവൃതവാത്സല്യവും പാലിന്നു പാത കാണിക്കും പ്രകാശം. ഇന്നെനിക്കെന്നിലെ ജീവനാകുന്നതും നീ എന്റെ ജീവനു ജീവനായി, നീ എന്റെ ജീവനു ശക്തിയായി, ഏകാന്ത ദീപായി ദീപമായി ഉണർന്നിരിക്കുന്നതും. ഈ നിത്യതയുടെ കൂടാരം എനിക്കായി വാതിൽ തുറന്നതും, ഈ നിത്യതയുടെ കൂടാരം എനിക്കായി വാതിൽ തുറന്നതും
വട്ടിപ്പണത്തിന്റെ പലിശയാലല്ല, വട്ടിപ്പണത്തിന്റെ പലിശയാലല്ല, വട്ടമറുതി വന്നൂരു തുമ്പിനാ അത്തിത്തേരുള്ളും പ്രപഞ്ചത്തിന് അതിവിന്റെ കനിയായി ഭവിച്ചതും അറിയുന്നു ഞാൻ. ഏതോ സാന്ധ്യരശ്മി തട്ടിത്തിളങ്ങുന്ന മീനച്ചലാവിന്റെ തീരത്ത്, ഏതോ സാന്ധ്യരശ്മി റവറന്റ് ഫാദർ ജോസ് പുലിക്കോട്ടിൽ സ്ഥാപകന്റെ സ്മരണ നിലനിർത്തണമെന്ന ഊന്നൽ നൽകിക്കൊണ്ട് ആശംസാ പ്രസംഗം നടത്തി. ആദ്യമായി കാര്യം പ്രാർത്ഥിക്കുകയല്ല എങ്കിലും എനിക്ക് ഒന്നിലായിട്ട് അഭിമാനമുണ്ട്. തിരുമേനിയുടേതായ കുടുംബത്തിൽ പെട്ടൊരംഗം തിരുമേനിയുടെ 175-ാം ജന്മവാർഷിക ആഘോഷത്തിൽ 2 വാക്ക് സംസാരിക്കാനൊക്കെ വന്നിയായി അതിലുള്ള അഭിമാനം തോന്നുന്നുണ്ട്. മാത്രമല്ല വളരെ കാലം ഈ പുലിക്കോട്ടെ തിരുമേനിയെ കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാതിരുന്നതായ ഒരു പരിസ്ഥിതിയായിരുന്നു ഞാൻ ചിന്തിക്കുന്നു. ആ തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഞാൻ എനിക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കാരണം തിരുമേനി അവതാരിക എഴുതിയിരുന്നു. പക്ഷെ അതിലെല്ലാം കൂടി സന്തോഷം തോന്നിയത് നമ്മുടെ പരിസ്ഥിതി തിരുമേനിയും അതുപോലെ തന്നെ ശ്രീ ആചാര്യനും അതുപോലെ തന്നെ കവിത വായിച്ച അദ്ദേഹവും എല്ലാം തന്നെയും ആ പുസ്തകത്തിന് പരിപൂർണമായ അംഗീകാരം നൽകിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ആ പുസ്തകം ഈ 175-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് അതിന്റെ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം തിരുമേനി കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും തിരുമേനിയുടെ ചരിത്രത്തെ കുറിച്ച് ഈ പറയുന്നതായ ആവശ്യമില്ല. അധ്യക്ഷൻ തിരുമേനിയും മറ്റുള്ളവരും ഏറെക്കുറെ അതെല്ലാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ട് പരമാർത്ഥങ്ങൾ. എങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിക്കുന്നത്, ഒരു ചരിത്രത്തിന്റെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് ഇന്നും എന്നും ഞാൻ പറയും, പുസ്തകത്തിലും ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ സഭാസനത്തെ അറിയാം. ഇന്ന് പുലിക്കോട്ട് തിരുമേനിയുടേതായ കവരണം നമ്മുടെ ദേവാലയത്തിൽ കാണുന്നത് വെറും ഒരു അംഗനികളത്തിൽ ആർക്കും വേണ്ടാത്തതുപോലെ അപകടമായ രീതിയിലാണ്. പക്ഷേ ഞാനിവിടെ വരുന്ന കാലത്തും അതിന് മുമ്പൊക്കെയും അദ്ദേഹത്തിന്റെ ശവശരീര കുടീരം കിടത്തിയ രൂപത്തിൽ ആയിരുന്നു. അതിന് കാരണമുണ്ട്, അദ്ദേഹം ഒരിക്കലും ഒരു മെത്രാപ്പൊലീത്തയാകുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. കുട്ടൂപ്രായം പുസ്തകത്തിൽ പറയും, അദ്ദേഹം തികഞ്ഞ സന്യാസിയായിരുന്നു, ഒരിക്കലും മെത്രാപ്പൊലീത്തയാകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മെത്രാപ്പൊലീത്തയാകണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ. ഡോക്ടർ ഗ്രഹൻ തരകൻ സെമിനാരിയുടെ ഭാവി വളർച്ചയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആശംസ അറിയിച്ചു. ഈ സെമിനാരിയുടെ ഫാക്കൽറ്റി എന്നാണ് വിശേഷിച്ച് വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോഷുവ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രഭാഷണനായി പറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, നേരം വൈകിയെങ്കിലും 15 മിനിറ്റ് വരെ എനിക്ക് അനുവദിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എൻ്റെ മുൻഗാമിയായ അച്ഛൻ വളരെ ഉചിതമായി പ്രസംഗം നിർത്തിയതോടുകൂടി ആ മാർഗ്ഗം ഞാൻ പിന്തുടർന്നേക്കും എന്ന് വിശ്വാസത്തിരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ ആഹ്ലാദകരമായ ഒരു ദിവസമാണ്. ഇന്നിവിടെ അഭ്യുന്നതനായ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തീരുമാനിച്ചുകൊണ്ട് നാം ആരെയും ഓർക്കുന്നു, ആ പുണ്യ പുരുഷന്റെ വ്യക്തിപ്രഭാവത്തെ സമഗ്രമായുള്ള മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള സർവ്വചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വങ്ങളും
അതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ വിദഗ്ധമായി ചുമതലയും മറ്റൊരു എഴുതുകയുണ്ടായി. അത് കഴിഞ്ഞ് അത് വിദഗ്ധമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതേ തുടർന്ന് സമാരാധനായ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് 25 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു എറണാകുളം വെച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം മാർന്ന് കാണുന്നത് കഴിഞ്ഞ് കാത്തരം നിറഞ്ഞ വർഷങ്ങൾ എത്രയോ കടന്നുപോയിരുന്നു. അന്നും ഡോക്ടർ എ ടി മാർക്കോസ് ഉള്ളപ്പോഴാണ്. അന്ന് അദ്ദേഹം മലയാളത്തിൽ തുടങ്ങി ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രസംഗം ഇന്നും എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിലേക്ക് വരികയും വീണ്ടും ഇംഗ്ലീഷിലേക്ക് പോവുകയും ചെയ്യുകയും വളരെ ഉന്മിഷിതമായ ഒരു വിഷ്ണുയുടെ വ്യാപാര മേഖലയിൽ ഭാഷയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്ന് മാത്രമേ ഉള്ളതിലാണ്. വശ്യമായിരിക്കുന്ന ഭാഷ മാതൃഭാഷ പോലെ വശ്യമായിരിക്കുന്ന ഭാഷയിൽ ചിന്ത ഇങ്ങനെ ഒഴുകി വരും. ആ സന്ദർഭത്തിൽ പ്രഭാഷകൻ സത്യത്തിൽ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്, ഇത് നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്ന മതഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആരാധ്യനായ ഒരു മഹാവ്യക്തി എനിക്കും സംഭവിച്ചിട്ടുണ്ട്. സാധാരണ എഴുതുമ്പോൾ തന്നെ മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ തുടങ്ങി മലയാളത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് ആ ഭാഷയുടെ മേലുള്ള സാധാരണ അതല്ല എന്റെ പ്രധാന വിഷയമെങ്കിലും അദ്ദേഹത്തെ കണ്ണിലുള്ള ആഹ്ലാദവും അനുഭൂതി അദ്ദേഹത്തെ പറ്റിയുള്ള ആരാധനയും എല്ലാം കൂടി പ്രകടിപ്പിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആത്മായ സമൂഹത്തിന്റെ മുഴുവൻ നികരമായിരിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പൂജ ഇന്ന് നമ്മുടെ ആന്തരിക പിതാവിന് ലഭിച്ചു എന്നുള്ളത് തന്നെ ഈ സഭയുടെ ഒരു മഹാകാര്യമാണ്. രാഷ്ട്രത്തിന്റെ തന്നെ മഹാകാര്യമാണ്. അദ്ദേഹം ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വളരെ സമഗ്രമായി പറഞ്ഞിരുന്നു. സഭയെ ആകമാനം സമീക്ഷിക്കാനുള്ള കോഴിക്കോട് തിരുമേനിയുടെ വൈഭവം, അതുപോലെ തന്നെ ഭാവി ദർശനത്തിനുള്ള ദീർഘവീക്ഷണം, ഫാർസൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദീർഘവീക്ഷണ വൈഭവം, അതിനൊക്കെ പുറമെ പരിശുദ്ധ എന്ന് പറയുന്നതുപോലെ ദൈവത്തിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ടുള്ള സെമിനാരിയിൽ ജൂബിലി സ്മാരകമായി പണിയുന്ന ബിൽഡിംഗ് കോംപ്ലക്സ് നിർമ്മാണ ഫണ്ടിന്റെ ഉദ്ഘാടനം സഭാ അൽമായ ട്രസ്റ്റി ശ്രീ PC എബ്രഹാമിന് ഊപ്പൺ നൽകിക്കൊണ്ട് നിയുക്ത കാതോലിക്ക നിർവഹിച്ചു. ജൂബിലി സ്മരണിക മിസിസ് ഡോക്ടർ PC അലക്സാണ്ടറിന് നിയുക്ത കാതോലിക്ക നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. പുതിയ നിയമ വ്യാഖ്യാന പരമ്പരയായ തിരുവചന അനേകം ആളുകളുണ്ട്. എന്നാലും ശ്രീ പോൾ മണലിനെയും ഫാദർ ജോൺസ് എബ്രഹാമിനെയും ഫാദർ ടി കുര്യനെയും മറക്കാൻ സാധ്യമല്ല. ഇതിന്റെ പ്രമുഖീകരണം ഡോക്ടർ PC അലക്സാണ്ടറുടെ ധർമ്മ പത്നി മിസസ് PC അലക്സാണ്ടർ, ശ്രീമതി അപ്പമ്മ അലക്സാണ്ടർ അത് സ്വീകരിക്കുവാൻ അപേക്ഷിക്കുന്നു. പുതിയ നിയമ വ്യാഖ്യാന പരമ്പരയായ തിരുവചന ഭാഷ്യത്തിന്റെ പൂർണ്ണ പ്രകാശനം സർവശ്രീ PC അലക്സാണ്ടറിന് നൽകിക്കൊണ്ട് നിയുക്ത കാതോലിക്ക നിർവഹിച്ചു. സോഫിയ സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ക്രിസ്ത്യൻ കൗൺസിലിംഗ് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം റവറൻ ഫാദർ TJ ജോഷുവയുടെ ഷഷ്ഠ്യാബ്ദി ഗ്രന്ഥമായ വചനമാധുരിയിൽ നിന്നുള്ള വരുമാനവും ഫാദർ NK കോരിത് മൽപ്പാനെ ഏൽപ്പിച്ചുകൊണ്ട് നിർവഹിച്ചു. സെമിനാരി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിമാസ സമ്മേളന നടത്തിപ്പിലേക്കായി പ്രസിദ്ധീകരിച്ച കാസറ്റുകൾ സ്പോൺസർ ചെയ്ത കണ്ടനാട് മാർ ഗ്രിഗോറിയോസ് ആശ്രമത്തിലെ സിസ്റ്റർ സൂസൻ കുരുവിള നൽകിയ തുക അഭിവന്യ ദിയോസ്കോറോസ് തിരുമേനിയിൽ നിന്ന് അലുമിനി അസോസിയേഷൻ കോഓർഡിനേറ്റർ ഫാദർ CC ചെറിയാൻ ഏറ്റുവാങ്ങുന്നു. ഡൽഹിയിലെ ശ്രീ തോമസ് P മത്തായി സംഭാവനയായി നൽകിയ തുക കൊണ്ട് എയർ കണ്ടീഷൻ ചെയ്ത സെമിനാരി ആർക്കൈവ്സിലേക്ക് അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് മെത്രാപ്പോലിത്തായിൽ നിന്നും
റവറൻ ഫാദർ ടി.ഐ. വർഗീസ് പൗരാണിക ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങുന്നു. സെമിനാരിയിലെ സ്റ്റിവേർഷിപ്പ് ഫണ്ടിൽ നിന്നും അർഹരായവർക്ക് വീൽചെയർ, തയ്യൽ മെഷീൻ, വിദ്യാഭ്യാസ സഹായം എന്നിവ വിതരണം ചെയ്യുന്നു. ചില വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നൽകുവാനായിട്ട് ഉള്ള പരിപാടിയുടെ സെമിനാരി സ്ഥാപനത്തിന്റെ സുന്ദരമായ ചിത്രം രചിച്ച ശ്രീ പി കലാകാരൻ തമ്പിക്ക് സമ്മാനം നൽകുകയുണ്ടായി. റവറൻ ഫാദർ ഒ. തോമസ് സദസ്സിന് കൃതജ്ഞത പ്രകാശിച്ചു. ഈ സുപ്രധാന സമ്മേളനത്തിന്റെ പ്രാധാന്യ കടമെടുത്ത് ഇതിനെ തുടർന്ന് പ്രഭാഷകനായിട്ട് കൃത്യമായിട്ട് നിശ്ചയിച്ചത് അഭ്യുന്നയാണ്. അദ്ദേഹത്തിന്റെ ആശാസനകൊണ്ടാണ് ബലഹീനായിരിക്കാൻ ഭാഗ്യമുണ്ടായത്. തന്നെ അധികമായിട്ടുള്ള സന്തുഷ്ടനാണ്. ഈ മീറ്റിംഗ് ദൈവത്തിന്റെ ശുഭിക്കാര്യത്തെ സ്തുതിക്കുന്നു. നാം ഇത് ആദരാഞ്ജലി ഓർക്കുകയും പ്രത്യേകമായ ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥ ഓർക്കുകയും ചെയ്തു. ആ പുണ്യസ്വഭാവനായ റിപ്പോർട്ട് മാർഗം ജീവന്യാസത്തിന്റെ ഓർമ്മ ഈ പരിസരത്തിനും മലക സഭയ്ക്കും വീണ്ടും വലിയ അനുഗ്രഹങ്ങൾ എന്താകുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മധ്യസ്ഥലിൽ ഒരേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമാക്കുവാൻ അല്പമായും സഹായിച്ചവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രകാശിപ്പാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിവ വിതരണകാരി മംഗളഗാനം. ആശീർവാദത്തോടെ സമ്മേളനം പര്യവസാനിച്ചു. ലൈബ്രറി
സെമിനാരി ലൈബ്രറിയിലെ ഗ്രന്ഥശേഖരം 20,000-ൽ പരം ഗ്രന്ഥങ്ങളുള്ളതിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷ് ഭാഷയിലാണ്. മലയാള വിഭാഗത്തിനു പുറമെ സുറിയാനി, ഗ്രീക്ക്, ഫ്രഞ്ച്, ജർമ്മൻ, ലാറ്റിൻ, സംസ്കൃതം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളും ഉണ്ട്. 150-ൽ പരം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ പഴയ ലക്കങ്ങൾ മുകൾ തട്ടിലെ ഷെൽഫുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. വിശാലമായ റീഡിംഗ് റൂമിൽ റഫറൻസ് ഗ്രന്ഥങ്ങൾ കൂടി സൂക്ഷിച്ചിരിക്കുന്നു. ആധുനിക രീതിയിലുള്ള കാർഡ് കാറ്റലോഗ്, ഡെസിമൽ ക്ലാസിഫിക്കേഷൻ സ്കീം ഇവിടെയുണ്ട്. ആനുകാലിക പ്രസിദ്ധീകരണ വിഭാഗവും ഗവേഷണ പഠന മുറികളും പ്രത്യേകം ക്യൂബിക്കിൾസായി വേർതിരിച്ചിരിക്കുന്നു. ആർക്കൈവ്സ്, താളിയോലകൾ, പിതാക്കന്മാരുടെ കൽപ്പനകൾ, മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള അപൂർവ ഗ്രന്ഥങ്ങൾ, സുറിയാനി കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ, പഴയ മാസികകൾ, പത്രവാർത്താ ശകലങ്ങൾ, പഴയ ചിത്രങ്ങൾ, പിറവം കലണ്ടർ, ഐക്കണുകൾ, ചേപ്പേഡ് മാതൃകകൾ, ആദ്യ മലയാളം ബൈബിൾ തുടങ്ങിയ പൗരാണിക രേഖകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പള്ളിമുറികളിലും പുരാതന ഭവനങ്ങളിലും മറ്റും ലഭിച്ചേക്കാവുന്ന പുരാരേഖകളും വസ്തുക്കളും ഈ ആർക്കൈവ്സിലേക്ക് നൽകുന്നതായാൽ അവ നശിച്ചു പോകാതെ സംരക്ഷിക്കുവാൻ ഇപ്പോൾ സെമിനാരിയിൽ എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്.
ഇപ്പോൾ സെമിനാരിയിൽ വിവിധ വകുപ്പുകളിലായി 18 അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്നു. ആകെ 117 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു. സെമിനാരിയിലെ ഫാമിലി ക്വാർട്ടേഴ്സ്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു മീനച്ചിലാർ സെമിനാരി പറമ്പിന്റെ 3 വശത്തുമായി ചുറ്റിയൊഴുകുന്നു.
മീഡിയ സെന്റർ, സെമിനാരിയുടെ കോൺഫറൻസ് സെന്റർ. സമ്മേളനങ്ങളും പൊതു ക്ലാസുകളും ഇവിടെ വച്ച് നടത്തപ്പെടും. ഇവിടുത്തെ ചാപ്പലിലാണ് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സ്ഥിരമായി സമ്മേളിക്കുന്നത്. കോൺഫറൻസ് ഹാൾ, പുതിയ മേഖലകളിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് സെമിനാരി കാത്തിരിക്കുന്നു. വളരാൻ വിതുമ്പുന്നു. അകലങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക്, വിശാലതയിലേക്ക്.